എല്ലാവർക്കും മിഷൽസ് ഹൊറൈസൻ്റെ ഇംപ്രൂവ്മെൻറ്റ് സ്പെഷ്യൽ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം കമൻറ്റിലെ റിക്വസ്റ്റ് റീഡ് ചെയ്തുകൊണ്ടും അതുപോലെ എൻ്റെ അടുത്ത ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്ത ഒരു ചാപ്റ്ററായ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററായ യൂണിറ്റ് 9 വെസ്റ്റേൺ സോഷ്യൽ തിങ്കേഴ്സ് അഥവാ പാശ്ചാത്യ സമൂഹശാസ്ത്രജ്ഞർ എന്ന യൂണിറ്റിലെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫ്രം ദ ബിഗിനിങ് ടു ദ ലാസ്റ്റ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, നോട്ട്സ് കുറിച്ചെടുക്കുക. എന്ത് സംശയം ഉണ്ടായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് ചോദ്യമായിട്ട് ഉന്നയിക്കുക. ഞാനതിൻ്റെ ആൻസർ എനിക്ക് പറ്റാവുന്ന അത്രയും സ്പീഡിൽ ഞാൻ നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അധികം വിശദീകരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Question number 1. Identify the sociologist who used the concept of social solidarity for classifying society into primitive and modern. In Malayalam, സമൂഹങ്ങളെ പ്രാകൃതവും ആധുനികവുമായി തരംതിരിക്കുന്നതിന് സാമൂഹിക ഐക്യദാർഢ്യം എന്ന ആശയം ഉപയോഗിച്ച സമൂഹശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: എ. കാൾ മാർക്സ്, ബി. ഇമെയിൽ ഡർക്കെയിം, സി. മാക്സ് വെബർ, ഡി. ഹെർബർട്ട് സ്പെൻസർ. അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിക്കാം, നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇമെയിൽ ഡർക്കെയിമാണ്. അദ്ദേഹമാണ് സമൂഹത്തെ പ്രാകൃതമെന്നും ആധുനികമെന്നും രണ്ടായി തിരിക്കുന്നതിന് വേണ്ടി സോഷ്യൽ സോളിഡാരിറ്റി അഥവാ സാമൂഹിക ഐക്യദാർഢ്യം എന്നുള്ള ആശയം ഉപയോഗിച്ചത്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഇതേ ഒരു ചോദ്യം 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എമിലി ഡർക്കെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യൽ തിങ്കറാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, ദെൻ സൂയിസൈഡ്, ആത്മഹത്യ. ഇതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ചില ആശയങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് കാൾ മാർക്സിനെ അറിയാം അല്ലേ? ഒരു ജർമ്മൻ സോഷ്യൽ തിങ്കറാണ് കാൾ മാർക്സ്. അലൈനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ഭൗതികവാദം. പിന്നെ മാക്സ് വെബറും ജർമ്മൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ ആക്ഷൻ, ബ്യൂറോക്രസി, ടൈപ്സ് ഓഫ് അതോറിറ്റി, ഇതൊക്കെയാണ്. ഹെർബർട്ട് സ്പെൻസർ നിങ്ങൾക്കറിയാം, ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഓർഗാനിക് എവല്യൂഷൻ അല്ലെങ്കിൽ സോഷ്യൽ എവല്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സാമൂഹിക പരിണാമം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ ബി ആണ് ആൻസർ, ഇമെലി ഡർക്കെയിം. ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡർക്കെയിംസ് പെർസെപ്ഷൻ ഓഫ് സോഷ്യൽ ഫാക്ട്. അതായത് സാമൂഹിക വസ്തുതയെക്കുറിച്ചുള്ള ഡർക്കെയിമിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാൻ. 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സത്യത്തിൽ എന്താണ് സോഷ്യൽ ഫാക്ട് എന്ന് ഡിഫൈൻ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഞാനിതിൻ്റെ ആൻസർ പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു 4 മാർക്കിൻ്റെ രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് 4 മാർക്കിനും ചോദിക്കും. ഇതേ ചോദ്യം തന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഫാക്ട്, സോഷ്യൽ ഫാക്ടിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ള തരത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാനിതിൻ്റെ ആൻസർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസർ നോക്കാം. സാമൂഹിക വസ്തുതയുടെ നിർവചനത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇത്തരത്തിലുള്ളൊരു നിർവചനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കാണൂല. നിങ്ങൾക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ടീച്ചർ തന്നെ ഒരു ഡെഫിനിഷന് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കല്ല, മറ്റൊരു റെഫറൻസ് ബുക്കിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് കിടക്കാം. ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൻ്റെ, ചിന്തയുടെ, വികാരത്തിൻ്റെ രീതികളാണിത്. ഇത് വ്യക്തികൾക്ക് പുറമേ അല്ലെങ്കിൽ ബാഹ്യമായിട്ടാണിത് നിൽക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഇത് അവൻ്റെ മുകളിൽ ഒരു ശക്തി പ്രയോഗിച്ചുകൊണ്ട് അവൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ
സാമൂഹിക വസ്തുത എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാനൊരു എക്സാമ്പിളിലൂടെ അത് ക്ലിയർ ആക്കി തരാം. സോഷ്യൽ ഫാക്ടിൻ്റെ എക്സാമ്പിളാണ് മതം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, നിയമങ്ങളൊക്കെ. അപ്പോൾ ഈ നിയമം ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, നിയമങ്ങൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ സോഷ്യൽ ഫാക്റ്റാണ്, സാമൂഹിക വസ്തുതയാണ്. അത് നമ്മുടെ പ്രവർത്തനത്തെയും ചിന്തയെയും വികാരത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അത് നോക്കൂ, അത് ബാഹ്യമായിട്ടാണ് നിലകൊള്ളുന്നത്. ബാഹ്യമായിട്ടെന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ ഉള്ളിലല്ല, വ്യക്തിക്ക് പുറത്താണ് അത് നിലകൊള്ളുന്നത്. അതവിടെ നിൽക്കുന്ന നിയമം സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഉള്ളത് കൊണ്ട് തന്നെ, നിയമം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റത്തെ അത് വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെരുപ്പ് പുറത്ത് ഊരിയിടണം എന്ന് പറയുന്നത് നിയമമാണ്. നിങ്ങൾ ഈ നിയമം അനുസരിക്കണം. നിങ്ങൾക്ക് ഈ നിയമം നിങ്ങളുടെ അമ്മമാരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞു തന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ നിയമം. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചെരുപ്പിട്ടങ്ങ് അമ്പലത്തിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങളെ അവിടെയുള്ള ആളുകൾ ഒന്ന് തറപ്പിച്ച് നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മുകളിൽ ഒരു ശക്തി പ്രയോഗിക്കും. ആ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റമായ ചെരുപ്പിടണം എന്നുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹത്തെ നിങ്ങൾ എന്ത് ചെയ്യും, നിയന്ത്രിച്ചു കൊണ്ട് തിരിച്ചു പോയി ചെരുപ്പ് ഊരിയിട്ടാണ് നിങ്ങൾ എവിടേക്ക് കയറുക, അമ്പലത്തിലേക്ക് കയറുക. ഇതൊരു സോഷ്യൽ ഫാക്റ്റാണ്. കാരണം ഇതിൽ നമ്മളെ ബാഹ്യമായിട്ടാണ് അത് നിലകൊള്ളുന്നത്. ബാഹ്യമായി അവിടെയുള്ള ആൾക്കാരാണ് നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ട് നമ്മളെ മുകളിൽ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിലൂടെ ഇത് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകും. ഒന്നുകൂടി പറയാം, നമ്മുടെ പ്രവർത്തനത്തെയും ചിന്തയെയും വികാരത്തിൻ്റെയും ഒക്കെ ഒരു രീതിയാണിത്. ഇത് നമുക്ക് പുറമെ ബാഹ്യമായിട്ട് നിലനിന്നുകൊണ്ട് നമ്മുടെ മുകളിൽ ഒരു ശക്തി പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അതാണ് സോഷ്യൽ ഫാക്ട്. ഇനി ഇതിൻ്റെ സവിശേഷതകൾ നോക്കാം. ഇത് വസ്തുതകൾ പോലെയാണ്. വസ്തുതകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് തിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതായത് നമ്മുടെ എന്താ പറയുക, ബയോളജി സയൻസിൽ ഒരു സാധനത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു തിങ്സ് ആയിട്ടാണ്, അത്രമാത്രം വസ്തുനിഷ്ഠപരമായിട്ടാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകും. കൃത്യമാണ് അതിൻ്റെ അതൊരു തിങ് ആണ്. അത് ടച്ച് ചെയ്താൽ നമുക്കത് വാട്ടർ ആണെന്ന് അറിയാം. അതുപോലെ തന്നെയാണ് സോഷ്യോളജിയിലെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഓരോ കാര്യങ്ങളും. സാമൂഹിക വസ്തുതകളെ നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കുവാനും അത് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുവാനും കഴിയുമെന്നാണ് ഡർക്കെയിം പറയുന്നത്. അതാണ് ഫസ്റ്റിലെ സവിശേഷത എന്ന് പറയുന്നത്. സോഷ്യൽ ഫാക്ട് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് തിങ്സ്. അതായത് ഇത് സാമൂഹിക വസ്തുതകൾ പോലെയാണ്, ഫാക്റ്റ് പോലെയാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇത് വ്യക്തിക്ക് ബാഹ്യമാണ്. ഈ ഡെഫിനിഷനിൽ തന്നെ, ഡെഫിനിഷൻ വൃത്തിയായി പഠിച്ചാൽ സവിശേഷത പഠിക്കാനും എളുപ്പമാണ്. അവ വ്യക്തികൾക്ക് ബാഹ്യമാണ്. അതായത് സാമൂഹിക നിയമങ്ങൾ, ഇപ്പം നമ്മൾ അമ്പലത്തിൽ കയറുന്ന സമയത്ത് ബാഹ്യമായിട്ടാണ് ആ നിയമങ്ങൾ നിലകൊള്ളുന്നത്, നമ്മുടെ ഉള്ളിലല്ല. നമുക്ക് ചെരുപ്പ് ഇടാതെ പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാനാണ് ഇഷ്ടം. പക്ഷെ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് അവിടെ നടക്കൂല. കാരണം അവിടെ നിയമം എന്ന് പറയുന്ന ബാഹ്യമായി നിലകൊള്ളുന്ന ഒരു സാധനം അവിടെയുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ അത് നടത്താൻ നമുക്ക് സാധ്യമല്ല. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. നമുക്ക് ബാഹ്യമായിട്ട് പുറമേ ആയിട്ടാണ് സോഷ്യൽ ഫാക്ട് നിലകൊള്ളുന്നത്. മൂന്നാമത്തെ പോയിൻ്റ്, ഒരു ശക്തി ചുമത്തിക്കൊണ്ട് പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ആളുകൾ തുറച്ചു നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോട് പരുക്കൻ രീതിയിൽ സംസാരിച്ചു കൊണ്ടോ നമ്മുടെ പെരുമാറ്റത്തെ അത് നിയന്ത്രിക്കുന്നു. ശക്തി എന്ന് പറയുന്നത് തുറച്ചു നോട്ടത്തിൽ, ഇപ്പോൾ മരിച്ച വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഉറക്കെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ റിംഗ് ടോൺ ഒന്ന് ഉറക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു വല്ലാത്ത നോട്ടത്തോടെ അവിടെയുള്ള ആളുകൾ മൊത്തം നോക്കും. ആ ഒരു നോട്ടമാണ് സമൂഹം വ്യക്തിയുടെ മുകളിൽ എത്രമാത്രം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, എത്രമാത്രം നമ്മുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള സോഷ്യൽ ഫാക്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ഒരു ശക്തി ചുമത്തുന്നുണ്ട് സാമൂഹിക വസ്തുതകൾ എന്ന്. അതാണ് മൂന്നാമത്തെ സവിശേഷത. നാലാമത്തത്, കൂട്ടമായ പ്രാതിനിധ്യങ്ങളാണ് സാമൂഹിക വസ്തുതകൾ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഫാക്ട് എപ്പോഴും കലക്റ്റീവായിട്ട്, കൂട്ടമായിട്ടാണ് കാണുക. ഒരു വ്യക്തിയിൽ ഒരിക്കലും സോഷ്യൽ ഫാക്ട് ഉണ്ടാവില്ല, മറിച്ച് സമൂഹത്തിലാണ് എന്തുള്ളത്, സോഷ്യൽ ഫാക്ട് ഉള്ളത്. അപ്പം നിങ്ങൾ ചെരുപ്പിടാതെ അമ്പലത്തിലേക്ക് വരുമ്പോൾ
ചെരുപ്പിട്ടുകൊണ്ട് നിങ്ങൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പുറമേ നിൽക്കുന്ന കുറേ ആളുകൾ, അവരിലാണ് സോഷ്യൽ ഫാക്റ്റ് ഉള്ളത്. അവരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ആൾക്കൂട്ടങ്ങളിൽ കലക്റ്റീവായിട്ടാണ് എന്തിനെ നമ്മൾ കാണുക? സോഷ്യൽ ഫാക്റ്റിനെ കാണുക. കൂട്ടമായ പ്രാതിനിധ്യമാണ് സാമൂഹിക വസ്തുതകൾ. അടുത്ത പോയിൻ്റ്, ഇത് പൊതുവായ സ്വഭാവം കാണിക്കുന്നു. ഇറ്റ് ഈസ് ജനറൽ ഇൻ നേച്ചർ എന്ന് പറയാം. പൊതുവായിട്ടുള്ളതാണ്, വ്യക്തിക്കുള്ള ഇഷ്ടമല്ലാതെ. മരിച്ച വീട്ടിൽ പോയാൽ പൊതുവേ നിങ്ങൾ വളരെയധികം സങ്കടത്തോടെ പെരുമാറണം എന്നുള്ളത് പൊതുവായ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അല്ലാതെ നിങ്ങൾക്ക് ചിരിക്കണം എന്ന് ഇഷ്ടമുണ്ടാവും, അത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. പക്ഷെ നിങ്ങളുടെ മാത്രം താല്പര്യം എന്നുള്ളതല്ല സോഷ്യൽ ഫാക്റ്റ്, മറിച്ച് അത് സമൂഹത്തിൻ്റേതായ പൊതു സ്വഭാവം, ഇറ്റ് ഈസ് ജനറൽ ഇൻ നേച്ചർ, പൊതുവായ ഒരു സ്വഭാവം കാണിക്കുന്ന ഒന്നാണ്. പിന്നെ ലാസ്റ്റ് പോയിൻ്റ്, വ്യക്തിയിൽ നിന്നും ഇത് സ്വതന്ത്രമാണ്. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തി വേറെയും സമൂഹം വേറെയും എന്നുള്ള രീതിയിലാണ്. വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യക്തിക്ക് എവിടെ പെരുമാറാൻ പറ്റില്ല, ആ സമൂഹത്തിൽ പെരുമാറാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് സാധ്യമാവാത്തത്? സാമൂഹിക വസ്തുത ഉള്ളത് കൊണ്ട് തന്നെ. വ്യക്തിക്ക് ഡ്രസ്സ് ഇടാതെ നടക്കാനും ഉറക്കെ ചിരിക്കാനും പൊതുവഴിയിലൂടെ പോകുമ്പോൾ ഉറക്കെ പൊട്ടി ചിരിക്കാനൊക്കെ തോന്നും. പക്ഷേ അത് സോഷ്യൽ ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ വ്യക്തിക്ക് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കാരണം വ്യക്തിയിൽ നിന്നും സ്വതന്ത്രമായിട്ട് മാറിക്കൊണ്ടാണ് ഏത് നിലകൊള്ളുന്നത്? സോഷ്യൽ ഫാക്റ്റ് അഥവാ സാമൂഹിക വസ്തുത നിലകൊള്ളുന്നത്. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ ഒന്നുകൂടി പറയാം. ഒന്ന്, ഇത് വസ്തുതകൾ പോലെയാണ്, ഫാക്റ്റ് പോലെയാണ്, വ്യക്തിയുടെ പുറമേ നിലകൊള്ളുന്നതാണ്, അതായത് ബാഹ്യമാണ്. ഒരു ശക്തി നമ്മുടെ മേൽ പ്രയോഗിച്ചുകൊണ്ട് ഇത് നമ്മളെ നിയന്ത്രിക്കുന്നു. പിന്നെ കൂട്ടമായ ഒരു ഗ്രൂപ്പിലാണ് എന്ത് കാണുന്നത്? സോഷ്യൽ ഫാക്റ്റ് കാണുന്നത്. നെക്സ്റ്റ്, ഇതിനൊരു ജനറൽ സ്വഭാവമാണ്, സമൂഹത്തിന് മൊത്തമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ സ്വഭാവമാണ് സോഷ്യൽ ഫാക്റ്റിനുള്ളത്. ലാസ്റ്റ് വൺ, ഇത് വ്യക്തിയിൽ നിന്നും സ്വതന്ത്രമാണ്. വ്യക്തിക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറാൻ പറ്റില്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യക്തി പെരുമാറുകയാണ് ഇവിടെ വേണ്ടത്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ലോ, എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയൻ. മതവും വിദ്യാഭ്യാസവും നിയമവും നല്ലോണം ശ്രദ്ധ ചെലുത്തി പഠിക്കേണ്ട ഭാഗമാണ്. കുറച്ച് ടഫാണെങ്കിലും എക്സാമ്പിളിലൂടെ പോയ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. അതുകൊണ്ട് ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, ടീച്ചർ ആൻസർ പറയുന്നതാണ്. In English, the definition of social fact includes, it is a ways of acting, thinking and feeling. It is external to the individual and endowed with a power of coercion by means of which they control him. Here you have to recall one thing, that it's a ways of acting, thinking and feeling. Every individual have a kind of acting, thinking and feeling, but these feeling, thinking and acting is external to the individual, which mean outside the individual, and endowed with a power of coercion, means it have a power which is enforced by the society over its members. It have some force which is used by the society over its members to control the behavior. That is social fact. So you have to learn by heart this definition by understanding the meaning. Hope you would understand. Then we can discuss the feature of social fact. Social facts are like things. This point indicates that it must be treated as things. Here things means like facts in natural science. Natural science means science, biology, physics, chemistry. Like in biology, physics and chemistry, things include facts. For example, water or any other chemical substances which we can touch and see. In the same way, in sociology, social facts can be observed and verified. So social factor must be treated as things. Second point is, they are external to the individual, which means social fact exists outside of the individual, which is doesn't exist within the individual,
or it means individual cannot act according to his own wish. Third point, it control our behavior. Social fact control human behavior by exercising a force over the behavior of its members. Then next point, social facts are collective representation. Here you would remember one thing, that social facts will never exist in individual mind. It exists in society or collective representation. Social fact emerge in collective mind or collective aspects, not in any single individual. It is the norms of society. Next, social fact is general in nature and it is independent of individual. Social fact is the nature of society, or it is the characteristics ways of society. Individual does not have any role to play in it. Actually, the society which control the behavior of its members. So social facts are general in nature. Social fact can be observable through the behavior pattern of the individual. The most typical example of social fact is law, education and religion. We can take the example of law, which is general in nature, which is always decided or decide for the welfare of people in society, not welfare of the individual. The ultimate aim of law always the welfare of society, and it control the behavior of individual. Individual cannot act as his own wish. When he go to a home or go to an office, he wish to talk loudly, or he may like to do anything as he wish, but he can't do it because of the existence of social fact in the form of norms. Hope you understand what I mean. Question number 3. Explain the concept of alienation. അന്യവൽക്കരണം എന്ന ആശയം വിശദീകരിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അലൈനേഷൻ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? നിങ്ങൾക്കറിയാവുന്നതാണ്, മുന്നത്തെ വീഡിയോസിലൊക്കെ ടീച്ചർ പറഞ്ഞതാണ്. ഈ ഒരു ആശയം കൊണ്ടുവന്നത് കാൾ മാർക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോൺസെപ്റ്റാണ് അലൈനേഷൻ. അതായത് മുതലാളിത്ത വ്യവസ്ഥയിൽ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? അലൈനേഷന് വിധേയമാകുന്നു, അന്യവൽക്കരണത്തിന് വിധേയമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വിശദീകരിക്കുക. 2 മാർക്കിന് ചോദിക്കാം. 2 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് അലൈനേഷൻ എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. ഒരു 4 മാർക്കിന് ചോദിച്ചാൽ അലൈനേഷൻ എന്താണെന്നും എഴുതണം, അത് ഏത് ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്ന തരത്തിലും നിങ്ങൾ എഴുതണം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ അലൈനേഷൻ അഥവാ അന്യവൽക്കരണത്തിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻ ഇതേപോലെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇത് ഞാൻ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പം നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ആൻസർ വാല്യുവേഷന് പോയ സമയത്ത് കുട്ടികൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ചവറ് പോലെ ഒരൊറ്റ പാരഗ്രാഫാക്കി പോയിൻ്റ് ഒന്നും തിരിക്കാതെ അങ്ങ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാർക്ക് തരാൻ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് തോന്നില്ല. നിങ്ങൾ എന്ത് എഴുതുകയാണെങ്കിലും അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചത് അതിന് മാത്രം ആൻസർ എഴുതിയാൽ മതി. ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് അലൈനേഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അലൈനേഷൻ എന്താണ്, അന്യവൽക്കരണം എന്താണെന്ന് ചോദിച്ചാൽ അലൈനേഷൻ എന്താണെന്ന് മാത്രം വൃത്തിയിൽ അതിൻ്റെതായ രീതിയിൽ എഴുതുക. ആ കൺസെപ്റ്റ് ഇന്ന ആളാണ് കൊണ്ടുവന്നത്, അത് ഇതാണ് എന്നുള്ള രീതിയിൽ എഴുതുക. അത് ഇത്ര ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്, ആ ഘട്ടങ്ങൾ വൃത്തിയായിട്ട് എഴുതാം. അല്ലാതെ കുറേ വാരി വലിച്ച് എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ടീച്ചർ വളരെ കൃത്യമായിട്ട് ചില പോയിൻറ്റ്സുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, നമുക്ക് നോക്കാം. വ്യക്തിയുടെ സാമൂഹിക മനഃശാസ്ത്രപരമായ ഒരവസ്ഥയാണിത്. ഇതിൽ വ്യക്തി അവൻ്റെ സാമൂഹിക നിലനിൽപ്പിൻ്റെ ചില വശങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ വേർപെട്ടു പോകുന്നു. ഇത്രയും നൽകിയാൽ മതി. എന്താണ് അലൈനേഷൻ എന്ന് ചോദിച്ചാൽ, അതായത് മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് സാമൂഹികവും മനഃശാസ്ത്രപരവുമായി ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ഇതിൽ അവൻ്റെ സാമൂഹികമായ നിലനിൽപ്പ് തന്നെ
ചോദ്യം ചെയ്യപ്പെടുന്നു. അവൻ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും, അതായത് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അവൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അന്യവൽക്കരണം എന്ന് പറയാം. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയെ നമുക്ക് അന്യവൽക്കരണം എന്ന് പറയാം. ഈ അന്യവൽക്കരണം നടക്കുന്നത് പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് മനുഷ്യർ പരസ്പരം അകന്നു പോകുന്നു. മനുഷ്യർ പരസ്പരം അകലുക എന്നുള്ളത് പണ്ട് കാലത്ത് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ സാമൂഹികമായ ബന്ധങ്ങളും അവൻ്റെ കൂട്ടായ്മകളുമാണ്. എന്നാൽ മുതലാളിത്തപരമായ ഒരു സാമൂഹിക സ്ഥിതി വന്നതോടുകൂടി അവൻ്റെ പണ്ടത്തെ സാമൂഹിക ബന്ധത്തിൻ്റെ തനിമ ഇല്ലാതാവുകയും മനുഷ്യൻ വളരെയധികം വ്യക്തിവൽക്കരിക്കുകയും ചെയ്തു. അതായത് വ്യക്തിവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അവനിലേക്ക് തന്നെ ഒതുങ്ങി. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഒരു കാലത്ത് ഒരു സ്മാർട്ട് ഫോണും ഒരു വ്യക്തിയും ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ആരെയും അവൻ നോക്കാതെ ആ സ്മാർട്ട് ഫോണും അവനും മാത്രമാണ് ലോകമെന്ന് കരുതുന്ന ഒരു സ്ഥലത്തിലേക്കാണ് ഇന്നത്തെ ഒരു സാമൂഹിക സിസ്റ്റം വളർന്നു വരുന്നത്. പണ്ടൊക്കെ ഒരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 സീറ്റിലിരിക്കുന്ന ആൾക്കാരെ വരെ നമുക്ക് പരിചയപ്പെടാൻ താല്പര്യമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വ്യക്തിബന്ധങ്ങൾ അവനിലേക്ക് തന്നെ ഒതുങ്ങുന്നൊരവസ്ഥയാണ് മുതലാളിത്തം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വ്യക്തിയെ ശരിക്കും ഒരു കമ്പോളവൽക്കരിക്കപ്പെടുക, ഒരു മാർക്കറ്റിൻ്റെ ഭാഗമാക്കി ഒരു ചരക്കാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്നത്. അതായത് അവൻ്റെ വ്യക്തിബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്ഥിതി. മൂന്നാമത്തേത് തൊഴിലാളി വർഗം അവരവരുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു. അതായത് ഒരു ഫാക്ടറിയിൽ തൊഴിലാളികൾ പണിയെടുത്ത് അവനുണ്ടാക്കുന്ന അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അവനുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഒരു ഷൂ ഫാക്ടറിയിലാണ് ഒരു തൊഴിലാളി വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഷൂ ആണ് അവനുണ്ടാക്കിയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ആ ഉൽപ്പന്നത്തിൽ നിന്നും അവൻ അകന്നു പോകുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു തൊഴിലാളി അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്നു. ഇനി ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ അവനിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെടുക. അതായത് അവൻ ആരാണ് എന്ന് അവന് മനസ്സിലാക്കാൻ പറ്റാതെ, അവൻ്റെ സമൂഹത്തിൽ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഉണ്ടാക്കാൻ കഴിയാതെ അവനിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയെയാണ് നാലാമത്തെ ഘട്ടം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് അന്യവൽക്കരണം കടന്നു പോകുന്നത്. ഒന്നുകൂടി പറയാം. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. അതായത് മനുഷ്യൻ സമൂഹത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അന്യവൽക്കരണം എന്ന് പറയുക. അതിനുശേഷം ഇത് നടക്കുന്നത് 4 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ്. മുതലാളിത്തത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്നതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തത് മനുഷ്യർ പരസ്പരം അകന്നുപോയിക്കൊണ്ട് സാമൂഹിക ബന്ധങ്ങളെല്ലാം കമ്പോളവൽക്കരണത്തിൻ്റെയും വ്യക്തിവൽക്കരണത്തിൻ്റെയും ഭാഗമായി അകന്നു പോകുന്നു. സാമൂഹിക ബന്ധങ്ങൾ ഇല്ലാതാകുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തത് തൊഴിലാളി വർഗം അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. ലാസ്റ്റ് വൺ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അവനിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അവസാനമായിട്ട് വരുന്നത്. തങ്ങളുടെ ജീവിതത്തിന് മേലുള്ള നിയന്ത്രണമെല്ലാം അവൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാനാവാതെ മീനിങ്ലെസ്സായി അർത്ഥവത്താക്കാതെ അവന് ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരവസ്ഥയാണ് അവസാനത്തത്. അവനിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ വളരെ എളുപ്പമാണ്. എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു മാർക്ക് നിങ്ങൾ കളയില്ല എന്നുള്ള വിശ്വാസം ടീച്ചർക്കുണ്ട്. So alienation in English, it's a socio-psychological condition of the individual which involves estrangement from certain aspects of his social existence. This is the definition of alienation. In short, we can say that alienation is a social process in which isolation of man occur in the various stages of life, or alienation threaten the very social existence of human beings. This is occurred due to the typical nature of the capitalist economic system. Actually, alienation occur for various levels or
In 4 various stages, alienation occurs. The first stage include humans are more alienated from the nature than ever before. Due to the capitalist hierarchical system, humans are more alienated from nature involved the first stage of alienation. The second stage is human beings are alienated from each other. Earlier, human being has a strong social ties, but due to the advent of capitalism as an economic order, humans are more treated as the product of market, and he become more and more individualized. As a result of this individualization and commodification, humans are more alienated from their very social nature. The third stage is the working class is alienated from the fruits of its labor. Here, fruits of labor means the product. Actually, the laborers are making their product, but due to the alienation process, the workers are isolated from their product. The last one, finally, human beings are also alienated from themselves or from himself, and they struggle to make their lives meaningful. At last, he became in a stage of insanity or mad. He don't know how to behave, how to relate with each other, and he become totally disorder. That is the last stage. So I hope you will never miss this question, and remember that this is a repeated question in the examination. This may be for 4 marks or 2 marks. So study well. Question number 4. Pick out the odd one. Social fact, social action, interpretative sociology, ideal type. State the logic behind your choice. അതായത് ഒറ്റപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുക. സാമൂഹിക വസ്തുത, സാമൂഹിക പെരുമാറ്റം, വ്യാഖ്യാന സമൂഹശാസ്ത്രം, ആദർശ മാതൃക. ഇതിൽ ഒറ്റപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 9ാമത്തെ ചാപ്റ്റർ കൃത്യമായി പഠിച്ചവർക്ക് എളുപ്പത്തിൽ പറ്റും അല്ലേ? ഇതിലൊന്നൊഴിച്ച് ബാക്കിയെല്ലാം മറ്റൊരു സമൂഹശാസ്ത്രജ്ഞൻ്റേതാണ്. അപ്പോൾ ഏതാണത്? സാമൂഹിക വസ്തുതയാണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? മറ്റൊരു സമൂഹശാസ്ത്രജ്ഞൻ്റെതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റപ്പെട്ടതായ സാമൂഹിക വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. ബാക്കി 2 മാർക്ക് നിങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലുള്ള യുക്തിക്കാണ്. അതാണ് ക്വസ്റ്റ്യൻ ബി. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പിന്നിലെ യുക്തി പ്രസ്താവിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് സാമൂഹിക വസ്തുത? സാമൂഹിക വസ്തുത എന്നുള്ളത് എമിലി ഡർഖെയിം കൊണ്ടുവന്ന ഒരാശയമാണ്. എന്നാൽ ബാക്കിയുള്ള 3 ആശയങ്ങളും മാക്സ് വെബറായ ജർമ്മൻ സോഷ്യോളജിസ്റ്റായ മാക്സ് വെബറിൻ്റെ ആശയമാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കും. അപ്പോൾ ആദ്യം സോഷ്യൽ ഫാക്ട് ദ കോൺസെപ്റ്റ്സ് ഗിവൺ ബൈ എമിലി ഡർഖെയിം. ഓൾ അതർ കോൺസെപ്റ്റ്സ് ബിലോങ്സ് ടു മാക്സ് വെബർ. ഹി വാസ് എ ജർമ്മൻ സോഷ്യോളജിസ്റ്റ്. ഇവിടെ നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒന്നും എന്താണെന്നൊന്നും പറയാൻ പോകണ്ട, ആവശ്യമില്ലാത്തത് പറയണ്ട. ഈ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും.